ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ ഇന്ന് അടിയിലെന്ന് വെച്ചാല് പയ്യന്നൂരിലെ കൈരളി ഓഡിറ്റോറിയത്തിലാണ്. ഇടുന്ന പരിപാടി എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് ആതിരന്റെ കല്യാണാണ്. നമ്മൾ ആതിരാന്നൊന്നും വിളിക്കയില്ല, സുരുന്നാ വിളിക്കലേ. സാധാരണ അച്ഛന്മാരെ പേരിട്ടിട്ടാണല്ലോ മക്കളിൽ ഇങ്ങനെ വിളിക്കാറ്. പിന്നെ ആ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ തുടങ്ങാൻ പോകുന്നു. നമ്മൾ കണ്ണാടി കണ്ടു, വീണ്ടും സ്വാഭാവികമായി പട്ടിഷോയിലേക്ക് കടക്കുന്നു. പിന്നെ ഒരുത്തി ഇവിടെ വന്നിട്ട് മുടിയെല്ലാം കെട്ടുന്നുണ്ട്. പിന്നെ ഇവക്കെല്ലാം എന്നാമോ വീട്ടിൽ പണി. അപ്പൊ നമ്മളെല്ലാരും ആതിരന്റെ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒച്ച കേൾക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ എന്നെ പോലെ മെഗാപ്പയും കംപ്ലീറ്റ് ഇട്ടുണ്ട്. ഹായ് പറ. ഇനി ഞാൻ ബാക്കി കാണിച്ചു ഹായ് പറ. ഇത് ഋഷി ഐലൈനറിൽ ഇട്ടുകൊണ്ട് കണ്ണിങ്ങനെ മൂടി ഇതെന്റെ ശാലുവിന്റെ ബ്ലോഗിൽ മെഗേ അശ്വിനി മതി കാണാൻ നോക്കുന്നത്. ഹായ് ഹായ് പറ. മുക്കു ബാക്കി ഹായ് പറ. ഹായ് പറ കാവി. ചെയ്തു ഹായ്. അങ്ങനെ നമ്മളെ സുരു കല്യാണ പെണ്ണിന്റെ മേക്ക് ഓവറിലെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ വ്ലോഗ് എടുക്കണേ കല്യാണത്തിനേന്ന്. എനിക്ക് സന്തോഷായി. പിന്നെ ഇതാണ് കേട്ടോ ഓഡിറ്റോറിയം. പിന്നെ ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങി സൂം ചെയ്തെടുക്കുന്ന വെച്ചാൽ എന്റെ അപ്പുറം വന്ന് ഏതെങ്കിലും ഒരു തീടായിട്ട് ഉണ്ടോ നോക്കുന്നതാണ്. പിന്നെ ആതിരയുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. എന്റെ കല്യാണാണ്. വളരെ സന്തോഷത്തിലാണ്. എല്ലാരും വന്നുകൊണ്ട് നല്ല സന്തോഷത്തിലാണ്. കൂടുതലൊന്നും പറയിപ്പിക്കുന്നില്ല. പെണ്ണ് ടെൻഷനിലാണ്. പറഞ്ഞേ സത്യം പറഞ്ഞതിൻ്റെ അകത്ത് ഒരെണ്ണത്തിന് എന്റെ വ്ളോഗിൽ വരുന്നത് തീരെ ഇഷ്ടമല്ല. ഞാൻ ഫോണും കൊണ്ട് നടക്കുന്ന കണ്ടാൽ അപ്പാട് പേടിച്ചോടും. എന്തിനാമോ ഇപ്പൊ എന്നാലും ഞാൻ ഇവരെ മുഖം കാണിച്ചിട്ട് അടങ്ങോല് വെച്ചിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ ഇവരെ സൂം ചെയ്തെടുക്കും. അപ്പൊ നമ്മള് ആതിരന്റെ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മള് ഏകദേശം എല്ലാരും ഉണ്ട്, എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഇപ്പഴത്തേക്കാണ് ഓരോ ആൾക്കാരെ കാണിച്ചുതരാം. മുക്കുവിന് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. മുക്കു ഹായ് പറ. മുക്കു കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗില് കുറുക്കുറി തിന്നുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതാണ് ഈ മുക്കു. ഇത് നമ്മളെ അശ്വിനിയാണ്. അശ്വിനി വലിയ ടീച്ചറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര ബിസി ലൈഫാണ്. അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ അശ്വിനിനെ കാണുന്നത്. അശ്വിനി പറയാൻ വളരെ സന്തോഷം. അത്രേ. പിന്നെ ഇതിന്റെ ഇപ്പുറത്തെ സാരി ഉടുത്ത സുന്ദരി എന്റെ ശ്വേതാജി ഉണ്ട്. ശ്വേതാജി ഹായ്. എന്തും പറയാനുണ്ടോ? ശ്വേതാജിക്ക് ഒന്നും പറയാനോളൂ. എന്റെ ബ്ലോഗിൽ ഒന്നും അധികം സംസാരിക്കാറില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഓള് പറ്റുക. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കല്യാണച്ചക്കൻ വിവേകേട്ടൻ. അപ്പൊ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകം സൂം ചെയ്തെടുക്കുന്ന ഈ രണ്ടാൾക്കാർ ലേറ്റായി വന്നവരാണ്. എന്തായാലും താലി കെട്ടുന്നതിന് മുന്നേ വന്നത് വളരെ സന്തോഷം. പിന്നെ ഇതാണ് നമ്മളെ ക്ലാസ്സിലെ പഞ്ചപാണ്ഡവന്മാര് കേട്ടാ. ഇവർക്കെല്ലാം എന്നാവുമ്പോ എന്റെ വീഡിയോയിൽ ഇത്ര വരാൻ വേണ്ടി നോക്കറ മുഖം പൊത്തുന്നു. പിന്നെ നമ്മള് സുരുവിന്റെയും ഫ്രണ്ട്സിന്റെ എല്ലാം വക ഡാൻസിൽ ഉണ്ടായിട്ടാ. പിന്നെ നമ്മളെ കോളേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇവർ തന്നെ ആയിരിക്കും നമ്മളെ ഡാൻസ് ടീം. പിന്നെ നമുക്കിതൊന്നും വശമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പറഞ്ഞ സ്റ്റേജിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഈ കല്യാണമുള്ള സമയത്ത് കല്യാണ പെണ്ണെല്ലാം ഡാൻസ് കളിക്കുന്നവരെ സമ്മതിക്കണ്ടേ അല്ലേ. പിന്നെ സുരുവിൻ്റെത് എടുത്ത് പറയേണ്ട കാര്യമില്ല. പെണ്ണ് പണ്ടേ നല്ല ഡാൻസറാണ്. നമ്മളത് കണ്ട് പഴകിയതാണ്. പിന്നെ നമ്മളിവിടെ ശശി അതെന്താ വെച്ചാല് ഇവര് താലി കെട്ടുന്ന സമയത്ത് നേർക്ക് കാണാനെല്ലാം വെച്ചാ. പക്ഷെ ഇവര് കിഴക്ക് നോക്കുമ്പോൾ അത് ആ ഭാഗത്താ തോന്നുന്നു കിഴക്കെല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റിയില്ല താലി കെട്ടുന്നത്. പിന്നെ ഇവർ എടുത്ത് പറയണം ഗൈസ്, ഇവര് കല്യാണം എല്ലാം കഴിഞ്ഞിട്ടാ വന്നത്. ഇനി എന്തിനാ ഇവര് വരുന്നത്? പിന്നെ നമ്മൾ അരുൾച്ചാറും ഗോപിയാട്ടനെല്ലാം കല്യാണത്തിന് വന്നിട്ടുണ്ടായിനി. അങ്ങനെ അവര് ഫോട്ടോ എടുക്കുന്നതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇപ്പം പോകുന്നേ. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഫോട്ടോ എല്ലാം എടുക്കാൻ പോകുന്നത് നമ്മളൊരു ഫ്രെയിമെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കണം. അതെ വെയിറ്റ് ആൻഡ് സീ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോണ തിരക്കാണ്. 3 പായസം ഉണ്ടോന്ന് അറിയില്ല. നമ്മളെ ക്ലിപ്പ് ഇട്ടാൽ നമുക്ക് തിന്നാൻ പറ്റുമോ നോക്കാം. അങ്ങനെ നമ്മൾ ഫോട്ടോ എല്ലാം എടുക്കാൻ കയറി. പിന്നെ നമ്മൾ ഇത്രയും ആൾക്കാരില്ലോണ്ട് നമ്മൾ പകുതി ആൾക്കാരായിട്ടാണ് നിന്നിട്ടുണ്ടായത്. പക്ഷെ അതിനിടക്കാണ് ഒരുത്തൻ വന്നിട്ട് എന്റെ ക്യാമറയിൽ കയറി പിടിച്ചു ഗായ്സ്. എന്റെ ക്യാമറ പൊത്തിപ്പിടിച്ചവനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾ അവന്റെ പേര് ദയവേത് കമന്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് പ്രതിഷേധിക്കണം. പിന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിമെല്ലാം കൊടുത്തിട്ടുണ്ടായിന്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഫോട്ടോ എല്ലാം എടുക്കാൻ നിന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് നിന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം നിന്നു. പിന്നെ വിവേകേട്ടനും ആതിരി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു വ്ളോഗെല്ലാം ഉണ്ടാവൂലേന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വ്ളോഗെല്ലാം ഉണ്ടാകും. പിന്നെ വിവേകേട്ടൻ എന്റെ വ്ളോഗെല്ലാം കാണലുണ്ടാവും. എന്തായാലും ആതിര കാണിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
പിന്നെ നമ്മളെല്ലാരും വന്നതല്ലേ. അപ്പൊ ഒന്നിച്ചൊരു ഫോട്ടോ ഇല്ലെങ്കിൽ മോശമല്ലേന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ എല്ലാരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ പാട് നേരെ ഓടിയത് ചോറുണ്ണാനാന്നേ. പിന്നെ ഭയങ്കര തിരക്കുണ്ടായിന്. നമ്മളധികം കാര്യാക്കിയിട്ടാ. കാരണം എന്നാ അതുപോലെ വിശപ്പും ഉണ്ടായിന്. പിന്നെ എങ്ങനെയല്ലോ കുത്തിപ്പിടിച്ച് ഒരു സീറ്റിൽ ഒപ്പിച്ച്. പിന്നെ ഞാൻ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നോക്കണേ എന്റെ വീഡിയോ ആണേന്ന്. ഒരെണ്ണം മൈൻഡ് ആക്കുന്നുണ്ടായിട്ടില്ല. സാറിലാലേ ഇവരെപ്പം എന്നെ മനസ്സിലാക്കും. പിന്നെ ഞാൻ ഇവരെ പറ്റിച്ചു സെൽഫിയാന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരാ മോളല്ലേ. അങ്ങനെ ചോറും കറിയെല്ലാം വന്നു. ഞാൻ കുറേ ആയി ഒരു സദ്യയെല്ലാം കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ മൃഷ്ടാന ഭോജനം കഴിച്ച് വയറൊക്കെ നിറച്ചു ഗായ്സ്. അപ്പൊ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് ആൾക്കാർ ഇപ്പൊ ക്യൂ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇടിച്ചു കയറി നമുക്ക് സീറ്റ് കിട്ടി. അപ്പോ നല്ല ഫുഡായിരുന്നു. അപ്പോ ആതിരക്കും ഏട്ടനും ഹാപ്പി മാരീഡ് ലൈഫ് അല്ലേ പറ. ഇവരെല്ലാം പറയാൻ പറഞ്ഞ എന്നെ വേണ്ടേ ഒലക്ക വെച്ച് തല്ലാൻ. ഒന്നും പറഞ്ഞിട്ട. പറ 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 എന്ത് പറയാൻ. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.